കൺസൾട്ടിംഗ് ലെവൽ പ്രോഗ്രാം പഠിക്കുമ്പോൾ സർട്ടിഫിക്കേഷൻ എടുക്കുമ്പോൾ നമുക്ക് ചോദിച്ചു വാങ്ങേണ്ട ഒരു കാര്യമാണ് 4 ടൈം എക്സാമിനേഷൻ പ്രിവിലേജ് ഉള്ള SAP LH അല്ലെങ്കിൽ ലേണിംഗ് ഹബ് എന്ന് പറയുന്ന ലൈസൻസ്. ഓതന്റിസിറ്റി ഇല്ലാതെ, പാർട്ട്ണറുടെ അനുമതിയോ SAP ഇന്ത്യയുടെ അനുമതിയോ ഇല്ലാതെ, പ്രോപ്പറായിട്ട് ലൈസൻസ് കൊടുക്കാതെ ആരെങ്കിലുമൊക്കെ ഇത് വളച്ചൊടിച്ച് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അടുക്കൽ നിങ്ങൾ ദൂരെ മാറി നിൽക്കുക. നമസ്കാരം, ഞാൻ ജോണി ജോസഫ്, ഇന്ത്യയിലെ ലാർജസ്റ്റ് SAP പാർട്ട്ണറായിട്ടുള്ള EMEയുടെ വൈസ് പ്രസിഡന്റ്. എൻ്റെ ഈ കഴിഞ്ഞ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണും. SAP എൻഡ് യൂസർ അല്ലെങ്കിൽ യൂസർ ലെവൽ പ്രോഗ്രാം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു യൂസർ ലെവൽ പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ടാണ് ഞാൻ ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. SAP അല്ലെങ്കിൽ സിസ്റ്റം ആപ്ലിക്കേഷൻ ആൻഡ് പ്രോഡക്ട്സ് ഇൻ ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ലാർജസ്റ്റ് ആയിട്ടുള്ള വേൾഡിൽ ഏതാണ്ട് 200ഓളം രാജ്യങ്ങൾ യൂസ് ചെയ്യുന്ന SAP ടെക്നോളജി, ഇതിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഗ്ലോബൽ ലെവൽ സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ കൺസൾട്ടിംഗ് ലെവൽ പ്രോഗ്രാം എന്നൊക്കെ പറയുന്നൊരു പ്രോഗ്രാം പല രീതിയിൽ പല ആളുകൾ ഇന്ന് ട്രെയിനിങ്ങും സർട്ടിഫിക്കേഷനുമായിട്ട് ഇന്ത്യയിൽ കൊടുത്തു വരുന്നുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾ പല രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റുകൾ കാണുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന കൺസൾട്ടൻസിൻ്റെ പല രീതിയിലുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ ദിവസം കണ്ടുവരുന്നുണ്ട്. ഇതിൽ ശരിയായതെന്ത്, തെറ്റായതെന്ത്, ഏത് രീതിയിലാണ് ഇത് ചെയ്യേണ്ടത്, ഈ സർട്ടിഫിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ എത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കേണ്ടത്, ഇത്തരത്തിലുള്ള കൺഫ്യൂഷനുമായിട്ട് ദിവസം തന്നെ ആളുകൾ വിളിക്കാറുണ്ട്. കാരണം ഇന്ന് 11ഓളം വർഷമായിട്ട് SAP ഇന്ത്യയുടെ അണ്ടറിൽ വരുന്ന ഏറ്റവും ലാർജസ്റ്റ് പാർട്ട്ണർ എന്നുള്ള നിലയിൽ ഞങ്ങൾ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും ധാരാളം പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളിലും ലൈസൻസും സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമും കൊടുത്തു വരുന്നു. കൂടാതെ EMEയുടെ ഏറ്റവും നൂതനമായിട്ട് പണി കഴിപ്പിച്ചിട്ടുള്ള എറണാകുളത്തുള്ള ട്രെയിനിങ് സെൻറ്ററിലൂടെ കന്യാകുമാരി ടു കാസർഗോഡുള്ള പല സ്ഥാപനങ്ങളിലും വർക്ക് ചെയ്യുന്നവരും അതുപോലെ പഠിക്കുന്നവരുമായിട്ടുള്ള കുട്ടികൾ ഇവിടെ വന്നിട്ട് SAP കൺസൾട്ടിംഗ് ലെവൽ പ്രോഗ്രാം പഠിക്കുകയും സർട്ടിഫിക്കേഷൻ എടുത്തിട്ട് നല്ല മൾട്ടിനാഷണൽ കമ്പനികളിലേക്കൊക്കെ ജോലിക്ക് കയറി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ 2-3 രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു വെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഈയിടെ എറണാകുളത്തൊക്കെയുള്ള ചില കൺസൾട്ടൻസികളെയൊക്കെ കാണുന്നുണ്ട്. അവർ SAP ഓതൻറ്റിക് അല്ലാതെ കൊടുക്കുന്നത് കൊണ്ട്, പ്രൈവറ്റായിട്ട് കൊടുക്കുന്നതുകൊണ്ട് അവർ SAP ട്രെയിനിങ് സെൻറ്റർ എന്ന് അവരെ പറയാറേയില്ല. അവർ ERP ട്രെയിനിങ് സെൻറ്റർ, ERP എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സെൻറ്റർ, ERPയുടെ നോളജ് കൊടുക്കുന്ന ERPയുടെ ഗുരുനാഥന്മാർ എന്നൊക്കെ പറയുന്ന രീതിയിൽ അവരെ വിശേഷിപ്പിച്ചുകൊണ്ട് SAP പഠിക്കുമ്പോൾ ഇന്ന കാര്യങ്ങളാണ് നോക്കേണ്ടത്, ഞങ്ങൾ പറയുന്നതാണ് ശരി, ഞങ്ങൾ ഈ പറയുന്നതാണ് ലോകത്തിൽ നടപ്പുള്ളത് എന്നൊക്കെ വരുത്തി തീർക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ പ്രചാരണങ്ങളിൽ പെട്ടിട്ട് 6 മാസം 8 മാസമൊക്കെ കുട്ടികൾ പോയിട്ട് പല പല പ്രോജക്റ്റുകളിലും പല പല കാര്യങ്ങളിലും പെട്ട് അവർക്ക് കരിയറിൽ യാതൊരു രീതിയിലുള്ള നടപടികളും മുമ്പോട്ടുണ്ടാകാതെ പോകുന്ന, വളരെ നെഗറ്റീവായിട്ട് അവരുടെ കരിയർ പോകുന്ന ഒരുപാട് കേസുകൾ നമുക്ക് കാണാറുണ്ട്. അങ്ങനെയുള്ള ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പോയി പഠിച്ചിട്ട് കരിയർ ആകാതെ ചില ആളുകൾ ഞങ്ങളുടെ അടുക്കൽ വരികയും ഇവിടെ ഞങ്ങളുടെ കെയർഫുൾ പ്ലേസ്മെൻ്റ് ആയി പോയ കഥകളുമുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം, ERP എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അവരുടെ ഇൻസൈഡിൽ ചെല്ലുമ്പോൾ അവർ SAP എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ അവരോട് ചോദിക്കേണ്ട ഒരു കാര്യം, SAP ഇന്ത്യ തന്ന എന്ത് ഓതൻറ്റിസിറ്റിയാണ് നിങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളത് ഞങ്ങളെ കാണിക്കാൻ. ഞാൻ നിങ്ങളൊരു ഓതറൈസ്ഡ് ട്രെയിനിങ് സെൻറ്റർ ആണോ എന്ന് SAP ഇന്ത്യയോട് മെയിൽ അയച്ച് ചോദിച്ചാൽ അതിന് ശരിയായിട്ട് എനിക്ക് ആൻസർ കിട്ടുമോ? ഇന്ന് SAP ഇന്ത്യ നിഷ്കർഷിക്കുന്ന രീതിയിൽ 4 തവണ എക്സാം എഴുതാൻ സാധിക്കുന്ന ഒരു ലേണിംഗ് ഹബ് ലൈസൻസ് നിങ്ങൾ എനിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? എൻ്റെ സർട്ടിഫിക്കറ്റിന് നിങ്ങൾ തരുന്ന വാലിഡിറ്റിയെ എനിക്ക് 1 വർഷത്തിന് പകരം 1 വർഷം കൂടെ, അതായത് 2 വർഷത്തെ വാലിഡിറ്റി ആയിട്ട് എൻഹാൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾ തരുന്നുണ്ടോ? ഇന്ന് SAP പഠിക്കുമ്പോൾ, കൺസൾട്ടിംഗ് ലെവൽ പ്രോഗ്രാം പഠിക്കുമ്പോൾ, സർട്ടിഫിക്കേഷൻ എടുക്കുമ്പോൾ നമുക്ക് ചോദിച്ചു വാങ്ങേണ്ട ഒരു കാര്യമാണ് 4 ടൈം എക്സാമിനേഷൻ പ്രിവിലേജ് ഉള്ള SAP LH അല്ലെങ്കിൽ ലേണിംഗ് ഹബ് എന്ന് പറയുന്ന ലൈസൻസ്. അതാണ് ജർമ്മനിയിൽ നിന്ന് SAP പഠിക്കാനായിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന കണ്ടൻറ്റും ലൈസൻസും. അതിനകത്ത് നിങ്ങൾക്ക് SAP ഇന്ന് അനുശാസിക്കുന്ന രീതിയിലുള്ള കംപ്ലീറ്റ് സിലബസും സിലബസ് ഓറിയൻറ്റഡ് കണ്ടൻസും ആ കണ്ടൻസിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള സെർവർ ആക്സസും 24/7 നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള സെർവർ ആക്സസും ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളെയും ഈ പറയപ്പെടുന്ന ERP എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സ് അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് കൊടുക്കുന്ന ഒരു സെൻറ്ററുകളും പ്രോത്സാഹിപ്പിക്കാറില്ല. നിങ്ങൾ എന്തിനാണ് 1,50,000 ഒക്കെ ഫീസ് കൊടുക്കുന്നത്? എൻ്റെ അടുക്കലേക്ക് വാ, ഞാൻ നിങ്ങൾക്ക് 60,000-നോ 40,000-നോ പ്രോജക്റ്റ് വർക്കുകളൊക്കെ ആയിട്ട് വളരെ സിമ്പിളായിട്ട് ഈ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം, അതോടുകൂടി നിങ്ങളുടെ ഭാവി രക്ഷപ്പെട്ടു എന്നൊക്കെയാണ് ഇവർ അവകാശപ്പെടുന്നത്. പക്ഷേ അത്തരത്തിൽ ഇവർ 200 പേരെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ 200 പേരിൽ ഒരു 100 പേർക്കെങ്കിലും ഇവർക്കൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ, ടയർ 1 കമ്പനികളിൽ ജോലി കൊടുക്കാൻ പറ്റാറുണ്ടോ?
ഈ കുട്ടികളോടുള്ള ഇവരുടെ ജസ്റ്റിഫിക്കേഷൻ എന്താണ്? ഇതൊക്കെ വളരെ വലിയ ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ഓതൻറ്റിക് ആയിട്ട് എന്താണ് അവകാശപ്പെടാനുള്ളത്? നിങ്ങൾക്കറിയാം, ഏതൊരു മൾട്ടിനാഷണൽ കമ്പനികളുടെയും കോർപ്പറേറ്റ്സിൻ്റെയും ഒരു പ്രോഡക്റ്റ് ഓതൻറ്റിക് ആയിട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പ് ആവശ്യമാണ്. IBM ആയിക്കോട്ടെ, മൈക്രോസോഫ്റ്റ് ആയിക്കോട്ടെ, SAP ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒറാക്കിൾ ആയിക്കോട്ടെ, ഇത്തരത്തിലൊക്കെയുള്ള ഏത് മൾട്ടിനാഷണൽ കോർപ്പറേറ്റ്സിൻ്റെയും ഒരു സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം നമുക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് ഓതൻറ്റിസിറ്റി വേണം, പാർട്ട്ണർഷിപ്പ് വേണം. ഇങ്ങനെ പാർട്ട്ണർഷിപ്പ് ഇല്ലാതെ, ഓതൻറ്റിസിറ്റി ഇല്ലാതെ, അല്ലെങ്കിൽ പാർട്ട്ണറുടെ അനുമതിയോ SAP ഇന്ത്യയുടെ അനുമതിയോ ഇല്ലാതെ, പ്രോപ്പറായിട്ട് ലൈസൻസ് കൊടുക്കാതെ ആരെങ്കിലുമൊക്കെ ഇത് വളച്ചൊടിച്ച് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അടുക്കൽ നിങ്ങൾ ദൂരെ മാറി നിൽക്കുക. അവരെ പോലെയുള്ള ആളുകളെ ഏത് രീതിയിൽ തിരിച്ചറിയണമെന്നുള്ള സംശയമുള്ളവർക്ക് എനിക്ക് DM ചെയ്യാം. അതല്ല എങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും എൻക്വയറി ചെയ്യാം. ഞങ്ങളെ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. ഇതിന് താഴെ തന്നെ ഞാൻ ഇതിൻ്റെയൊക്കെ പ്രോപ്പറായിട്ടുള്ള ലിങ്കുകൾ കൊടുക്കുന്നുണ്ട്. SAP കൊടുക്കേണ്ട LHൻ്റെ ലൈസൻസ്, അതിന് വരുന്ന കോസ്റ്റ്, ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്ന ലൈസൻസിന് മാത്രം കോസ്റ്റ് 1,30,000 രൂപയും GSTയുമാണ്. നിങ്ങൾക്കത് ഒറ്റയ്ക്ക് പോയി വാങ്ങണമെങ്കിൽ. അപ്പോൾ നിങ്ങൾ SAP പോലെ ഒരു കോഴ്സ് ചെയ്യാനായിട്ട് ഇനി മുതൽ സ്റ്റെപ്പ് എടുക്കുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ആലോചിക്കും. അതുപോലെ തന്നെ നിങ്ങൾ വളരെ നല്ല എൻക്വയറി ചെയ്തിട്ട് ഏറ്റവും പ്രോപ്പറായിട്ടുള്ള ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു ഓതൻറ്റിക് ആയിട്ടുള്ള ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് 4 തവണ എക്സാം എഴുതാൻ പ്രിവിലേജുള്ള SAPയുടെ പ്രോപ്പറായിട്ടുള്ള LH അല്ലെങ്കിൽ ലേണിംഗ് ഹബ് ലൈസൻസ് തരുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്യുക. അതുപോലെ നിങ്ങൾക്കൊരു മൾട്ടിനാഷണൽ കമ്പനിയിലേക്ക് ജോലി കിട്ടാൻ പ്രിവിലേജ് മാർക്ക് വൈസ് ഒക്കെ ഡിഗ്രിക്കോ PGക്കോ ഉള്ളവരാണെങ്കിൽ അത് തരാനും യോഗ്യതയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എന്ന് ഉറപ്പ് വരുത്തുക. തികച്ചും നിങ്ങൾക്ക് ഇന്ന് നല്ലൊരു കരിയർ വാർത്തെടുക്കാനായിട്ട് ഇന്ന് ചെയ്യേണ്ടിയിരിക്കുന്ന ഏറ്റവും നല്ല സർട്ടിഫിക്കേഷനിൽ ഒന്നാണ് SAP എന്ന് ഓർക്കുക. അതിനെ നമ്മൾ 4 മാസമോ 5 മാസമോ ഒരു പ്രയോജനമില്ലാത്ത സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മളുടെ പൈസയും ടൈമും വേസ്റ്റ് ആക്കരുത് എന്നുകൂടി എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. സോ DM me for any much informations and thank you for listening me.